ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രാജ്യത്തിന്റെ പരിച്ഛേദമാണ് കൊച്ചി മട്ടാഞ്ചേരി. രാജ്യത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നുമുള്ളവർ ഇവിടെ വോട്ടർമാരായുണ്ട്. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് മട്ടാഞ്ചേരിയിലെ ഉത്തരേന്ത്യൻ സമൂഹം. തങ്ങളുടെ വാർഷിക കൂട്ടായ്മയുടെ ഭാഗമായി ഒത്തുകൂടിയ ഗുജറാത്തി സമൂഹം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജനം ടിവിക്കൊപ്പം ചേരുന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ ഉത്തരേന്ത്യൻ സമൂഹം, കേരളത്തിലുള്ള ഉത്തരേന്ത്യൻ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെക്കുറിച്ച് വ്യക്തമാകണം. ഇപ്പോൾ ഗുജറാത്തി സമൂഹത്തിന്റെ ഒപ്പമാണ് നമ്മളുള്ളത്, മട്ടാഞ്ചേരിയിലെ ഗുജറാത്തി സമൂഹത്തിനൊപ്പം. അവരുടെ ഒരു ആഘോഷ പരിപാടികളുടെ ഭാഗമായി, വാർഷിക പരിപാടികളുടെ ഭാഗമായി എല്ലാവരും ഒത്തുകൂടിയതാണ്. അന്താരാഷ്ട്രീയ മത്സരമടക്കം വിവിധ പരിപാടികളെല്ലാം ഇവിടെ ചേർന്ന് 3 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടികളുള്ളത്. അങ്ങനെയാണ് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് തന്നെ ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗത്ത് വെച്ച് ഒരുമിച്ച് തന്നെ കിട്ടി. ഇവരെല്ലാവരും തന്നെ ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് ചോദിക്കാം. സാറേ, നമുക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ അല്ലേ? അതെ അതെ, എത്തിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു സാർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും അതിന്റെ? നല്ല തെരഞ്ഞെടുപ്പുകളും ഉണ്ടാവും, ഒട്ടും ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. ഗുജറാത്തിൽ എന്താണ് ഒരു സാഹചര്യം? ഗുജറാത്തിൽ എങ്ങനെയാണ്, ആർക്കാണ് ഒരു സാധ്യത, അല്ലെങ്കിൽ രാജ്യത്താകെ ആർക്കാണ് സാധ്യത? ബിജെപിക്കാണ് മിക്കവാറും ബിജെപിയാണ്. ഇവിടെയും ഗുജറാത്തി സമൂഹം ഒരുമാതിരി BJP സപ്പോർട്ടേഴ്സാണ്. മോദീസ് വർക്ക് ഈസ് വെരി ഗുഡ്. മോദിയുടെ കാര്യം നല്ലതാണ്, നമ്മുടെ ദേശത്തിന്റെ വികാസമായിട്ടാണ്. അപ്പോൾ നമുക്ക് മോദി സർക്കാർ വേണം. നമുക്ക് വികസനമാണ് നമ്മുടെ ഒരു. ബിക്കോസ് ഓഫ് ഡെവലപ്മെന്റ് വി ആർ സപ്പോർട്ടിംഗ് മോദി. എന്താ മാഡം പറയാ? മോദി. അതെ അതെ. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സാധ്യതകൾ കാണുന്നത്? കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരും വീണ്ടും? According to here, എനിക്ക് കുറച്ച് മലയാളം അറിയില്ല, but according to here, BJP won't come, I think so. But then too, we are supporting BJP only, and let's hope the best wins. But I will say those who are watching, support BJP. It will develop our Kerala very fast. Thank you. ഇവരെല്ലാവരും തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പൊതുവായി കേൾക്കുമ്പോൾ തന്നെ ആ ഗുജറാത്ത് സമൂഹം എത്രമാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു, രാജ്യമാകെ തന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രിക്കൊപ്പവും BJPക്കൊപ്പവും നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തം തന്നെയാണ് അവരുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. BJP മികച്ച വിജയം നേടുമെന്ന് തന്നെ ഉള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ളത്. എങ്ങനെയാണ് സാർ ഈ ഒരു തെരഞ്ഞെടുപ്പ്? നരേന്ദ്രമോദി നിസ്വാർത്ഥ സേവ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു സ്വാർത്ഥമില്ല. So he definitely will win this election. നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു പ്രധാനമന്ത്രിയെ കിട്ടി. എങ്ങനെയാണ്? അതെ സാറേ, we all wish that he should be again 03 should be Modi's government for the betterment of the youngsters, especially in Kerala. Also he has developed, there is no city in Kerala, kore education centerum onnu roadum nannakittundu. So we all wish him all the good luck. Development is there. എങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് നരേന്ദ്രമോദിയുടെ ആരാധകരുണ്ടോ ഇതിന്റെ അകത്ത്, ഈ കൂട്ടത്തില്? വന്നു പറഞ്ഞ മോളെ, എങ്ങനെയാണ് നരേന്ദ്രമോദിജിയെ കാണുന്നത്? പറഞ്ഞ മോള്. He is very good and he develops our country so much. Narendra Modi will come. We love Narendra Modi because he can develop our country. എല്ലാ മേഖലയിലുള്ളവരും വേണമല്ലോ നമുക്ക് ഇതുമായിട്ട് അഭിപ്രായം. വരും മുന്നിലേക്ക് വന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം. എന്താണ് പറയാനുള്ളത്? നല്ല ഫൈൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതെ. തീർച്ചയായും ഇവിടെ വലിയൊരു ആഘോഷ കലാപരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതുതന്നെയാണ് ഉത്തരേന്ത്യൻ സമൂഹം കേരളത്തിൽ, അതായത് വികസനം വേണമെന്ന കാഴ്ചപ്പാട് അതിലേക്ക് രാജ്യമാകെ മാറിയിരിക്കുന്നു. ആ കാഴ്ചപ്പാടിനൊപ്പം നീങ്ങാനാണ് കേരളവും തയ്യാറെടുക്കുന്നത്. ആ കേരളത്തിന്റെ മനസ്സ് എങ്ങനെയാണ് മാറുന്ന കേരളത്തിന്റെ മനസ്സ്, അത് തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായ ഉത്തരേന്ത്യൻ സമൂഹം, അവരുടെ വലിയൊരു പിന്തുണ കാലങ്ങളായി തന്നെ പ്രധാനമന്ത്രിക്കും BJPക്കും എല്ലാം ഉണ്ട്. അങ്ങനെ വീണ്ടും NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഗുജറാത്തി സമൂഹവും ഉള്ളത്. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.